ഫസ്റ്റ് ഇമ്പൾസ് നമ്മൾ നോക്കാൻ പോകുന്നത് റീനൽ ഫെയിലിയർ ആണ് കേട്ടോ. സോ ബേസിക്കലി റീനൽ ഫെയിലിയർ എപ്പോഴും ഒരു പ്രശ്നം തന്നെയാണ്. റീനൽ ഫെയിലിയർ കേട്ടോ, ഞാൻ പറയുമ്പോൾ റീനൽ ഫെയിലിയർ എന്നൊക്കെ ആയി പോവും, ക്ഷമിക്കുക. സോ ബേസിക്കലി റീനൽ ഫെയിലിയർ ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. കാര്യം എല്ലാവർക്കും 2 കിഡ്നി അടിച്ചു പോയി എന്താ ചെയ്യാൻ പറ്റുക? നമുക്കൊരു നോർമൽ ലൈഫ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മെറ്റബോളിക് പ്രൊഡക്ട്സുകൾ, നമ്മുടെ ബോഡിയിൽ ഒരുപാട് മെറ്റബോളിസം നടക്കുന്നുണ്ട്. ഡ്രഗ് മെറ്റബോളിസം അല്ലെങ്കിൽ ഫുഡ് മെറ്റബോളിസം ഒക്കെ നടക്കുന്നുണ്ട് അല്ലേ. ഈ മെറ്റബോളിക് പ്രൊഡക്ട്സുകൾ പുറത്തേക്ക് തള്ളണം, എലിമിനേറ്റ് ആകണം എന്നുണ്ടെങ്കിൽ ആര് വേണം? നമുക്ക് ഒരുപാട് എക്സ്ക്രീറ്ററി ഓർഗൻസ് ഉണ്ട്, എന്നാൽ തന്നെയും കിഡ്നി ഒരു മേജർ എക്സ്ക്രീറ്ററി ഓർഗനാണ്. സോ നമുക്ക് കിഡ്നി വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. സോ ബേസിക്കലി റീനൽ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ പ്രോഗ്രസ് ആയി വലിയ രീതിയിലേക്ക് പോയി പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി വരും എന്നുള്ളതാണ്. സോ മേജർ ഗ്രൂപ്പ് ഓഫ് റീനൽ ഡിസീസിൽ പറയുന്ന ഒരു ഡിസീസാണ് ഗ്ലോമെറുലർ ഡിസീസ്. ശ്രദ്ധിക്കുക, ഗ്ലോമെറുലർ ഡിസീസ്. സോ ഇത് ബേസിക്കലി ഇമ്മ്യൂണോളജിക്കലി മീഡിയേറ്റഡ് ആണ്. അക്യൂട്ടും ഉണ്ട്, ക്രോണിക്കും ഉണ്ട്. ഒന്നും കൂടെ പറയാം, ഇമ്മ്യൂണോളജിക്കലി മീഡിയേറ്റഡ് ഡിസീസ് ആണ് ആര്? ഗ്ലോമെറുലർ ഡിസീസ്. അക്യൂട്ടും ഉണ്ട്, ക്രോണിക്കും ഉണ്ട്. സോ ഗ്ലോമെറുലർ ഡിസീസ് അഫക്റ്റ് ചെയ്യുന്നത് കിഡ്നിയുടെ ഫിൽട്രേഷനെയാണ്. അതായത് നമ്മുടെ ഗ്ലോമെറുല ഉണ്ടല്ലോ, ഗ്ലോമെറുലയിനെയാണ് ബാധിക്കുക. അപ്പോൾ എന്ത് നടക്കില്ല? ഫിൽട്രേഷൻ നടക്കില്ല. ഫിൽട്രേഷൻ നടക്കില്ല. അപ്പോൾ ഇതൊരു ഇൻഫ്ലമേഷൻ വന്നുകൊണ്ട്, ഗ്ലോമെറുല ഇൻഫ്ലമേറ്റ് ആയിക്കൊണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വന്നുകൊണ്ട് പ്രോട്ടീനൂറിയ, ഹെമറ്റൂറിയ അല്ലെങ്കിൽ ഗ്ലോമെറുലർ ഫിൽട്രേഷൻ റേറ്റ് കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെ ഞാൻ പറഞ്ഞു? ബേസിക്കലി ഇതൊരു ഇമ്മ്യൂണോളജിക്കലി മീഡിയേറ്റഡ് ആണ്. 2 കിഡ്നി അടിച്ചു പോയേക്കാം, ഫിൽട്രേഷൻ പ്രശ്നം വരുന്ന ഒരു കണ്ടീഷനാണ് എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, പ്രോട്ടീനൂറിയ വരാം. അതായത് പ്രോട്ടീനൂറിയ എന്താ? ഡയബറ്റിക് കണ്ടീഷനെയാണ് നമ്മൾ പ്രോട്ടീനൂറിയ പറയുന്നത്. നമ്മുടെ എക്സസ് ആയിട്ട് പ്രോട്ടീൻസ് നമ്മളെ യൂറിനിൽ കാണുക. ആൻഡ് ഹെമറ്റൂറിയ, ഹെമറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഹീം വെച്ചാൽ ബ്ലഡുമായി ബന്ധപ്പെട്ടതാ അല്ലേ. അപ്പോൾ അങ്ങനെ വേണം കണ്ടുപിടിക്കാം കേട്ടോ. ഹെമറ്റൂറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് യൂറിനിൽ വരാം. അങ്ങനത്തെ കണ്ടീഷനിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ഗ്ലോമെറുലർ ഡിസീസ്. സോ നെക്സ്റ്റ് വൺ ഈസ് ട്യൂബുലർ ഡിസീസ്. പേര് പറയുന്ന പോലെ ട്യൂബ്യൂൾസിൽ വരുന്നൊരു സാധനമാണ് അല്ലേ. അപ്പോൾ കിഡ്നിയുടെ ട്യൂബ്യൂൾസിൽ വരുന്നതാണ്. സോ വെള്ളം അബ്സോർബിങ്ങിൽ വരുന്ന പ്രശ്നമാണ്. അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സ് ബാലൻസ് ആവാണ്ടിരിക്കുക, ഫ്ലൂയിഡ് ഫിൽട്ടർ ആവാതിരിക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ആസിഡ് ബേസ് ബാലൻസ് പ്രോപ്പർ ആവാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇംപേർഡ് കോൺസെൻട്രേറ്റിംഗ് എബിലിറ്റി, നമ്മളെ യൂറിനൊന്നും കോൺസെൻട്രേറ്റ് ആവാതിരിക്കുക, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ആവുക. അപ്പോൾ ഇറ്റ് ഡിപ്പെൻസ്, അങ്ങനെ വേണമെങ്കിലും ആകാം എന്നുള്ളതാണ്. സോ ബേസിക്കലി എന്തൊക്കെയാണ് ട്യൂബുലർ ഡിസീസ് വെച്ചാൽ വെള്ളത്തിൻ്റെ റീഅബ്സോർപ്ഷനിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. സോ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, ആസിഡ് ബേസ് ബാലൻസ്, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റിംഗ് എബിലിറ്റി ഒക്കെ നഷ്ടപ്പെട്ട് പോവുക എന്നുള്ളതാണ്. സോ ബേസിക്കലി കോൺസെൻട്രേഷൻ എബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നിർബന്ധമാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ 1 ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ 1 ഗ്ലാസ് എടുത്ത് പുറത്തേക്ക് കളയുവാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ബോഡിയിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവില്ല, അത് റീസർക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ബോഡിക്ക് സഫീഷ്യൻറ്റ് വെള്ളം കിട്ടുന്നില്ലെങ്കിൽ റീഅബ്സോർപ്ഷൻ നടന്നുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ആ സമയത്ത് പ്രോപ്പറായിട്ട് വെള്ളം കിട്ടുന്നില്ല, പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് എന്ത് സംഭവിക്കും? നമുക്ക് കോൺസെൻട്രേഷൻ എബിലിറ്റി ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ. സോ ട്യൂബുലർ ഡിസീസിന് ഒന്നും കൂടെ പറയാം. സോ ട്യൂബുലർ ഡിസീസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ കോസ് പറയുന്നത് ഇപ്പോൾ ഇൻഫെക്ഷൻ വരുന്നതോ അല്ലെങ്കിൽ ടോക്സിക് ഏജൻസ് കാരണമായിരിക്കും നമുക്ക് വരിക. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ടോക്സിൻസ് ആകാം, ഇൻഫെക്ഷൻ ആകാം, മെഡിക്കേഷൻ ആകാം എന്നുള്ളതാണ്. സോ ബേസിക്കലി ട്യൂബുലർ നെക്രോസ്, നമ്മുടെ ട്യൂബ്സ് ഒക്കെ നശിച്ചു പോകും. നെക്രോസ് മീൻസ് നശിച്ചു പോവുക എന്നുള്ളതാണ്. സോ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് നെഫ്രോപ്പതി ഉണ്ട്, ആൻഡ് ഇൻഡസ്ട്രിയൽ നെഫ്രൈറ്റിസ് ഉണ്ട്. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്, ട്യൂബുലർ ഡിസീസിന് എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഏതൊക്കെയാണ്? ഡ്രഗ് ഇൻഡ്യൂസ്ഡ് നെഫ്രോപ്പതി, ഇൻഡസ്ട്രിയൽ നെഫ്രൈറ്റിസ് ആൻഡ് ട്യൂബുലർ നെക്രോസിസിനൊക്കെ കാരണമാകുന്നതാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഇൻഡസ്ട്രീഷ്യൽ ഡിസീസ് ആണ് കേട്ടോ. എന്താണ് ഇൻഡസ്ട്രീഷ്യൽ ഡിസീസ്? ഇൻഡസ്ട്രീഷ്യൽ ഡിസീസ് വെച്ചാൽ ബേസിക്കലി ടോക്സിൻസ് കാരണമോ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് കാരണം ഉണ്ടാകുന്ന ഡിസീസാണ് ഇൻഡസ്ട്രീനൽ ഡിസീസ്. ഒന്നും കൂടെ പറയാം, ഇൻഡസ്ട്രീനൽ ഡിസീസ് എന്ന് വെച്ചാൽ ഒരു ടോക്സിൻ കാരണമോ ഒരു ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് കാരണമോ വരുന്നതാണ്. സോ ബേസിക്കലി നമ്മുടെ ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് ബിറ്റ്വീൻ ട്യൂബ്യൂൾസ് ആൻഡ് കിഡ്നിയുടെയും ട്യൂബ്യൂൾസിൻ്റെയും ഇൻഡസ്ട്രീഷ്യൽ സ്പേസിനിടയിൽ വരുന്ന അസുഖത്തിനാണ് നമ്മൾ എന്ത് പറയുക? ഇൻഡസ്ട്രീഷ്യൽ ഡിസീസ്. സോ പേര് കേട്ടുകൊണ്ട് പേടിക്കേണ്ട, ഇത്രയേ ഉള്ളൂ. സോ ഇൻഫ്ലമേറ്റ് ചെയ്ത് ട്യൂബ്യൂൾസ് ഡാമേജ് ആവുകയും ഇങ്ങനെ കിഡ്നി ഫംഗ്ഷൻ ഇമ്പയർ ആവുന്ന രീതിയാണ് ഇൻഡസ്ട്രീഷ്യൽ ഡിസീസ് എന്ന് പറയുക. അവിടെ തന്നെ ട്യൂബുലോ ഇൻഡസ്ട്രീഷ്യൽ ഡിസീസ് ഉണ്ട്.
പേര് പറഞ്ഞ പോലെ ട്യൂബ്യൂൾസിലായിരിക്കും വരുന്നുണ്ടാവുക, അത്രയേ ഉള്ളൂ. ട്യൂബ്യൂൾസിന്റെ ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസിലായിരിക്കും വരുന്നുണ്ടാവുക. എളുപ്പമാണ്. സോ ബേസിക്കലി പെയിന്, സ്വെല്ലിങ്, യൂറിൻ അധികം ഉണ്ടാവാതിരിക്കുക, അങ്ങനത്തെ കണ്ടീഷനൊക്കെയാണ് നമ്മൾ ട്യൂബിലോ ഇൻറ്റർസ്റ്റീഷ്യൽ ഡിസീസ് എന്ന് പറയുക. എളുപ്പമല്ലേ? ഇൻറ്റർസ്റ്റീഷ്യൽ ഡിസീസ് രണ്ടെണ്ണം ഉണ്ട്. ഇൻറ്റർസ്റ്റീഷ്യൽ ഡിസീസ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്, അതിൽ ട്യൂബുലോ ഇൻറ്റർസ്റ്റീഷ്യൽ ഡിസീസ് ആയിട്ട് പറയുന്നുണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് വാസ്കുലർ ഡിസീസ് ആണ്. സോ വാസ്കുലർ ഡിസീസ് എന്ന് വെച്ചാൽ ഈ നമുക്ക് അതിൽ ഫസ്റ്റ് വൺ ഹൈപ്പർ ടെൻഷൻ, BP എന്ന് പറയുന്നത് എപ്പോഴും റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കിഡ്നി തന്നെയാണ് കേട്ടോ. അത് നിങ്ങൾ ഫാർമക്കോളജി അടുത്ത വർഷമൊക്കെ പഠിക്കും. സോ ബേസിക്കലി നമുക്ക് വാസ്കുലർ ഡിസീസിൽ വരുമ്പോൾ നമ്മുടെ നെഫ്രോൺസ് ഇല്ലേ, നെഫ്രോൺസുകളിൽ ചേഞ്ചസ് വരും. സോ നോർമൽ പ്രഷർ നമുക്ക് ഇൻട്രാഗ്ലോമുലർ പ്രഷർ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാണ്ട് വരിക, അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുക, അങ്ങനെ ഹൈപ്പർ ടെൻഷൻ വരിക, അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ പ്രോപ്പർ ആവാതെ വരിക. അതായത് കിഡ്നിക്കകത്ത് തന്നെ എന്ത് ചെയ്യാം, അതിനകത്ത് തന്നെ ഇന്റർഗ്ലോമുലർ പ്രഷർ എന്ത് ചെയ്യാം, കൂടും. ഓക്കെ, ഒന്നും കൂടെ പറയാം, ഇന്റർഗ്ലോമുലർ പ്രഷർ കൂടും. ഈ ഒരു പോയിന്റ് സ്പെസിഫൈ ചെയ്യേണ്ടത്. ഹൈപ്പർ ടെൻഷനിൽ ഇൻട്രാഗ്ലോമുലർ പ്രഷർ കൂടുന്നത് കാരണം ബ്ലഡ് ഫ്ലോ ഇമ്പയർ ആവുകയോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ വരികയോ ചെയ്യുന്നു. അങ്ങനെ ബ്ലഡ് വെസൽ അടിച്ചു പോകുന്നു ആൻഡ് ഡാമേജ് ആകുന്നു, ഫിൽട്രേഷൻ നടക്കുന്നില്ല. അപ്പോൾ ഹൈപ്പർ ടെൻഷൻ ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇന്റർഗ്ലോമുലർ പ്രഷർ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞത് എങ്ങനെ ഉണ്ടാകാം. നമുക്ക് ഓൾറെഡി ഒരു ഹൈപ്പർ ടെൻഷനുള്ള പേഷ്യൻ്റാണ്, എനിക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ എൻ്റെ കിഡ്നിക്കകത്തും ഉണ്ടാവും അല്ലേ. കിഡ്നിക്കകത്തുള്ള ഇന്റർഗ്ലോമുലർ പ്രഷർ ഉണ്ടാകുന്ന കാരണം എന്താണ്, ഈ ഹൈപ്പർ ടെൻഷൻ ആയിരിക്കും ഒരു കാരണം വരുന്നുണ്ടാവും അല്ലേ. പക്ഷേ ഹൈപ്പർ ടെൻഷൻ റെഗുലേറ്റ് ചെയ്യുന്നതിൽ കിഡ്നിക്ക് റോളും ഉണ്ടെന്നാലും. അപ്പോൾ കിഡ്നിക്ക് ഒരു പ്രശ്നം വന്നാൽ ഹൈപ്പർ ടെൻഷൻ വരികയും ചെയ്യും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ഓഫ് ദ ലിങ്ക് എന്ന് പറയുന്ന പോലെ ബന്ധമുണ്ട്. ആൻഡ് ഇംപെയർഡ് ബ്ലഡ് ഫ്ലോ ഓൾറെഡി ഞാൻ പറഞ്ഞു. അപ്പോൾ റീനൽ ഡിസീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് ഫ്ലോ പ്രോപ്പർ ആവുമോ, ഫിൽട്രേഷൻ പ്രോപ്പർ ആവുമോ? ഇല്ല അല്ലേ. അപ്പം അക്യൂട്ട് റീനൽ ഫെയിലിയർ അല്ലെങ്കിൽ ക്രോണിക് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത് കിഡ്നി ഫംഗ്ഷൻ പ്രോപ്പർ ആവാതെ വരികയും അങ്ങനെ ബ്ലഡ് ഫ്ലോ പ്രോപ്പർ ആവുന്നില്ല എന്നുള്ളത് തന്നെയാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പറയാൻ പോകുന്ന പ്രീ റീനൽ കോസസ് ആണ്. സോ പ്രീ റീനൽ കോസസ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പ്രീ റീനൽ ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സഡൻ ആയിട്ട് നമ്മളെ ബ്ലഡ് ഫ്ലോ കുറയുക. എവിടെ? നെഫ്രോണിലേക്കുള്ള, നമ്മുടെ കിഡ്നിയിലുള്ള നെഫ്രോണിലേക്കുള്ള ബ്ലഡ് ഫ്ലോ സഡൻ ആയിട്ട് കുറയുന്ന രീതിയാണ് നമ്മൾ പ്രീ റീനൽ ഡിസീസ് എന്ന് പറയുക. സോ ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് റീനൽ ഇസ്കീമിയ ഉണ്ടാവുകയും അങ്ങനെ ഡിസോർഡേഴ്സ്, ഫങ്ഷണൽ ഡിസോർഡേഴ്സ് ഉണ്ടാവുകയും GRF ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റിൽ മാറ്റം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോയിൽ മാറ്റം ഉണ്ടാകും. ഇതിനെയാണ് നമ്മൾ പ്രീ റീനൽ ഡിസീസ് എന്ന് പറയുക. സോ ബേസിക്കലി കോസ് വെച്ചാൽ കാർഡിയാക് ഔട്ട്പുട്ട് പ്രോപ്പർ ആവുന്നില്ല, ഹാർട്ടിൽ നിന്ന് പ്രോപ്പറായിട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഹൈപ്പോ വലീമിയ ആകാം, അല്ലെങ്കിൽ വാസ്കുലർ ഡിസീസ് ആകാം, നമ്മുടെ വാസ്കുലർ ഡിസീസിലുണ്ടാകുന്ന പ്രശ്നമാകാം. അങ്ങനെ കിഡ്നിയിലേക്കുള്ള പെർഫ്യൂഷൻ, അതായത് കിഡ്നിയിലുള്ള ബ്ലഡ് ഫ്ലോ പ്രോപ്പർ ആവാണ്ട് വരിക. അപ്പോൾ എന്ത് നടക്കില്ല, ഫിൽട്രേഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് പ്രീ റീനൽ കോസ്. നമ്മൾ പറയാൻ പോകുന്ന ഇൻട്രാ റീനൽ കോസസ് ആണ്. സോ ഇൻട്രാ റീനൽ കോസ് എന്താണ്? സോ ബേസിക്കലി അതായത് നമ്മുടെ റീനൽ ടിഷ്യൂവിൻ്റെ അകത്ത് തന്നെ നടക്കുന്ന അല്ലെങ്കിൽ അകത്ത് തന്നെ ഉണ്ടാകുന്ന അസുഖങ്ങളാണ് നമ്മൾ എന്ത് പറയുക, ഇൻട്രാ റീനൽ കോസസ് എന്ന് പറയുക. സോ ബേസിക്കലി അതിനകത്ത് ഇൻട്രാ റീനൽ കോസസ് എന്ന് പറയുമ്പോൾ വാസ്കുലർ ഡിസീസും ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് നമ്മളെ ഏട്രീസ് അല്ലെങ്കിൽ ഏട്രിയോൾസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അതും കിഡ്നിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഗ്ലോമറുലയിൽ ഉണ്ടാകുന്ന ഡിസീസ് അല്ലെങ്കിൽ അക്യൂട്ട് ട്യൂബുലർ നെക്രോസിസ് ആകാം, അത് ഇസ്കീമിയ കാരണമാകാം, നെഫ്രോടോക്സിൻസിന്റെ എഫക്റ്റ് കാരണമാകാം, അല്ലെങ്കിൽ അക്യൂട്ട് ട്യൂബുലോ ഇൻഡസ്റ്റൽ നെഫ്രൈറ്റിസ് ആകാം, അല്ലെങ്കിൽ ഫിലോ നെഫ്രൈറ്റിസ് ആകാം. അപ്പം ബേസിക്കലി നമ്മുടെ റീനൽ ടിഷ്യൂവിനകത്ത് തന്നെ പ്രശ്നം ഉണ്ടാവുകയും അത് പിന്നെ വാസ്കുലർ ഡിസീസ് കാരണവും നമുക്ക് റീനൽ കോസ് ആകാം എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ റെഫറൻസ് ഉണ്ടെന്ന് വായിക്കുക, കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് പോസ്റ്റ് റീനൽ കോസ്. നമ്മൾ പ്രീ പറഞ്ഞ് പോസ്റ്റാ പറയുന്നത്. സോ പോസ്റ്റ് റീനൽ കോസ് നമുക്ക് ക്യാരക്ടറൈസ് ആവുന്നത് നമ്മുടെ ഫ്ലോ ഓഫ് യൂറിൻ ഇല്ലേ, നമ്മളെ മൂത്രം ഒഴിക്കുന്ന രീതിയില്ലേ, അവിടെ നമുക്ക് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ തടസ്സം ഉണ്ടാവുന്നതിനാണ് നമ്മൾ പോസ്റ്റ് റീനൽ ഡിസീസ് എന്ന് പറയുക കേട്ടോ. പ്രീ പറഞ്ഞു, പോസ്റ്റായി കേട്ടോ. സോ പ്രീ ആയി, പിന്നെ എന്താണ്, പിന്നെ നമ്മൾ ഇൻട്രാ പറഞ്ഞല്ലേ. സോ ഇൻട്രാ പറഞ്ഞു ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് പോസ്റ്റായി. സോ പോസ്റ്റിനകത്ത് എന്താ പറഞ്ഞത്, നമുക്ക് യൂറിൻ ഫ്ലോ പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ്. പ്രോപ്പറായിട്ട് ഓപ്പണിങ് ആവില്ല, അല്ലെങ്കിൽ കറക്റ്റ് ഡക്റ്റിൽ പ്രോപ്പറായിട്ട് യൂറിന് കറക്റ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റാണ്ടാവുക, അല്ലെങ്കിൽ അത് വരാണ്ടാവുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവുക, ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുക. സോ ബേസിക്കലി അത് എന്തെങ്കിലും മാസ് കാരണമോ അല്ലെങ്കിൽ ലൂമൻ കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തടസ്സം കാരണമോ ആയിരിക്കാം. സോ ഒന്നെങ്കിൽ ബ്ലാഡറിലോ അല്ലെങ്കിൽ യൂറേറ്ററിലോ ഉണ്ടാകുന്നത് തടസ്സം
തടസ്സം കാരണമാകാം. സോ ബേസിക്കലി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഈ പ്രീ റീനൽ ഡിസീസിൽ നമുക്ക് റീനൽ ഇസ്കീമിയ ഉണ്ടാകാം, അല്ലെങ്കിൽ റീനൽ ഇൻഫെക്ഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ ഇൻട്രാ റീനൽ ഡിസീസ് ഉണ്ട്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തുണ്ടാകാം, പോസ്റ്റ് റീനൽ കോസ് ഉണ്ടാകും. ഇപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു, പ്രോപ്പറായിട്ട് യൂറിൻ നമുക്ക് ഒഴിക്കാൻ പറ്റുന്നില്ല, ഒബ്സ്ട്രക്ഷൻ വരുന്നു, ഇൻഫെക്ഷൻ കൂടിപ്പോയി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പം എത്രത്തോളം ഡാമേജ് ഉണ്ടാവുന്നു, എത്രത്തോളം പ്രശ്നം ഉണ്ടാവുന്നു എന്നുമായി ബന്ധപ്പെട്ടിട്ടാണ് എപ്പോഴും ഇൻട്രാ റീനൽ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്നത്. സോ ഇൻട്രാ റീനൽ ഡിസീസ് ഈ പോസ്റ്റ് റീനൽ കോസിന് ഒരു കോസാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻട്രാ റീനൽ ഡിസീസ് എന്താ നമ്മൾ പറഞ്ഞു അല്ലേ, അപ്പോൾ നമുക്ക് ഓൾറെഡി ഐഡിയ ഉണ്ട്. സോ സിൻഡ്രം ആണ്. സോ ട്യൂബുലർ പാത്തോഫിസിയോളജിയിൽ ഉണ്ടാവുന്ന സിൻഡ്രംസ് ഒക്കെയാണ്, എന്തൊക്കെ അക്കമ്പനി ചെയ്യും. സോ റീനൽ ഫെയിലിയർ ഉണ്ടാവുമ്പോൾ ബേസിക്കലി നമുക്ക് നെഫ്രോൺസിലൊക്കെ ഉണ്ടാവുന്ന സമയത്ത്, ട്യൂബുലർ നെക്രോസ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഈ മൂത്രം ഒഴിക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് ബേസിക്കലി 3 സ്റ്റേജായിട്ട് നമ്മൾ ഈ ട്യൂബുലർ പാത്തോഫിസിയോളജി നമ്മൾ തിരിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് സ്റ്റേജ് ഓഫ് ARF ആണ്. സോ ബേസിക്കലി ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഒന്ന് മനസ്സിലാക്കി വെക്കുക, എന്താണ് കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. കുറച്ചൊന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ച് നമുക്കൊരു ലാഗ് അടിക്കും, അല്ലെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നും. സോ ഇത് നമ്മളൊന്നും കൂടെ നന്നായിട്ട് നോട്ടിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ നന്നായിട്ട് കിട്ടും കേട്ടോ. സോ ഫസ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്ന ട്യൂബുലർ പാത്തോഫിസിയോളജിന്റെ സ്റ്റേജ് ഓഫ് ARF ആണ്. സോ ARFൽ ഇനിഷ്യൽ ഒലൂഗോറിക് ഫേസ് ലാസ്റ്റ് ഓൺ ആവറേജ് ടു 7 to 10 days. സോ ബേസിക്കലി ആദ്യത്തെ 7 മുതൽ 10 ദിവസം വരെ കാണുന്ന ഒരു സ്റ്റേജാണ് സ്റ്റേജ് ഓഫ് ARF എന്ന് പറയുക. ഇവിടെ യൂറിനറി ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ 400 ml പെർ ഡേ ആയിരിക്കും. അതായത് ഒന്നെങ്കിൽ 400 ml അല്ലെങ്കിൽ 400 ml താഴെയോ ആയിരിക്കാം. സോ ബേസിക്കലി അവിടെ യൂറിൻ പുറത്തേക്ക് പോകുന്നില്ല, നമുക്ക് മെറ്റബോളിസം നടക്കുന്ന ഒരു സാധനവും പുറത്തേക്ക് പോകുന്നില്ല. അപ്പം എല്ലാം കൂടും, നമ്മുടെ ഹൈപ്പോ കലീമിയ ആവും, ഹൈപ്പോ നെട്രീമിയ ആവും, ഹൈപ്പോ വൊളീമിയം, അതായത് നമ്മുടെ സോഡിയം ലെവൽ കൂടും, പൊട്ടാഷ്യം ലെവൽ കൂടും, നമ്മുടെ ബോഡിയിൽ എല്ലാം ക്രിയാറ്റിനും ഒക്കെ കൂടുകയാണ് ചെയ്യുക. അപ്പോൾ സ്റ്റേജ് ഓഫ് ARF എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ യൂറിൻ ഔട്ട്പുട്ട് കുറയുന്നു, അതിൻ്റെ കൂടെ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ സാധനങ്ങളും മെറ്റബോളിക് ബേസുകളെല്ലാം എന്ത് ചെയ്യുന്നു, അക്യൂമുലേറ്റ് ചെയ്ത് ഹൈപ്പർ ആകുന്നു. 2 റിക്കവറിയാണ്. റിക്കവറി എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക്കലി ഹീൽ ആവുമല്ലോ, കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ട്യൂബുലാർ ഒക്കെ നമുക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ല, നമ്മളെ ബോഡി മെക്കാനിസം വഴിയൊക്കെ നമുക്ക് ഹീൽ ആവുമല്ലോ, അല്ലെങ്കിൽ യൂറിനറി ഔട്ട്പുട്ട് നമുക്ക് പ്രോപ്പർ ആവുമല്ലോ. പ്രോപ്പറായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ വെള്ളവും സോഡിയവും ഒക്കെ ക്രിയാറ്റിനും ഒക്കെ ഓൾറെഡി കൂടുതലാണല്ലോ, അപ്പോൾ എന്ത് ചെയ്യുന്നു, അതെല്ലാം പുറത്തേക്ക് തള്ളിപ്പോകുന്നു. അതാണ് റിക്കവറി സ്റ്റേജ് എന്ന് പറയുക കേട്ടോ. സോ ബേസിക്കലി ആ സമയത്ത് എന്ത് സംഭവിക്കും, നോർമൽ ഫംഗ്ഷനിലേക്ക് വരുന്നു. യൂറിൻ നമ്മുടെ യൂറിനിലേക്കുള്ള ഈ യൂറിയ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം പുറത്തേക്ക് എക്സ്ക്രീറ്റ് ആവുകയും നമ്മുടെ സെല്ല് റീഗെയിൻ ചെയ്യും, നോർമൽ ഫംഗ്ഷൻ കപ്പാസിറ്റി ഒക്കെ റീഗെയിൻ ചെയ്യുന്ന ഫേസാണ് റിക്കവറി ഫേസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അവിടെ യൂറിന് ലോ ക്വാളിറ്റി ആയിരിക്കും, ബേസിക്കലി അവിടെയും പ്രശ്നമുണ്ട്, എന്നാൽ യൂറിൻ ലോ ക്വാളിറ്റി ആയിരിക്കും. സോ 2 കാര്യം പറഞ്ഞത്. സോ ട്യൂബുലർ പാത്തോഫിസിയോളജി ഞാൻ പറഞ്ഞു, അതിൽ 2 കാര്യമുണ്ട്. ഫസ്റ്റ് വൺ സ്റ്റേജ് ഓഫ് ARF പറഞ്ഞു, അവിടെ കുറയുന്നു, മെറ്റബോളിക് പ്രൊഡക്റ്റ് കൂടുന്നു, റിക്കവറി എല്ലാം ശരിയായി വരുന്നു, പക്ഷേ യൂറിൻ്റെ ക്വാളിറ്റി കുറവായിരിക്കും എന്നുള്ളത് മാത്രമേ. വൺ ഈസ് പ്രീ റീനൽ സിൻഡ്രോം ആണ്. സോ എന്താ പ്രീ റീനൽ സിൻഡ്രോം? സോ ARF അതായത് അക്യൂട്ട് റീനൽ ഫെയിലിയർ ഉണ്ടാകുമ്പോൾ, നമ്മുടെ റീനൽ ഫെയിലിയർ ഉണ്ടായി കഴിയുമ്പോൾ അതിനുശേഷം ഉണ്ടാവുന്ന ഡിസോർഡർ ഒന്നെങ്കിൽ ഉണ്ടാകാം അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കാം. ഒന്നെങ്കിൽ നമ്മുടെ ഗ്ലോമർലെസിലോ അല്ലെങ്കിൽ ട്യൂബ്യൂൾസിലോ ഡാമേജ് ഉണ്ടാകാം അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കാം. ചിലപ്പം 2ലും ഉണ്ടാകാം, അല്ലെങ്കിൽ ഇതിൽ 1ൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്നും കൂടെ പറയാം, നമുക്ക് റീനൽ ഫെയിലിയർ ഉണ്ടാകുമ്പോൾ നമുക്കൊന്നെങ്കിൽ ഗ്ലോമർലെസിലോ അല്ലെങ്കിൽ ട്യൂബ്യൂൾസിലോ ഡാമേജ് ഉണ്ടാകാം അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കാം. ഈ ഡാമേജുകളെയാണ് നമ്മൾ എന്ത് പറയുക, അല്ലെങ്കിൽ ഈ ഡാമേജിന് റിസൾട്ട് അല്ലെങ്കിൽ കാരണമായതിനെയാണ് നമ്മൾ പ്രീ റീനൽ സിൻഡ്രം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ബേസിക്കലി നേരത്തെ പറഞ്ഞ പോലെ ഇസ്കീമിയ വരുന്നു, അതിനുശേഷം റീനൽ ഏട്രിയൽ ഒബ്സ്ട്രക്ഷൻ വരുന്നു, അതിൻ്റെ ഹൈപ്പോ വോളിമിയ വരുന്നു, ഹൈപ്പോ ടെൻഷൻ വരുന്നു, കാർഡിയക് ഇൻസഫിഷ്യൻസി വരുന്നു. സോ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. സോ ബേസിക്കലി റീനൽ ബ്ലഡ് ഫ്ലോ കുറയുമല്ലോ, കുറയുന്ന സമയത്ത് GRF ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ് എന്ത് ചെയ്യുന്നു, കുറഞ്ഞ് വരും. അങ്ങനെ എന്ത് ചെയ്യുന്നു, ബേസിക്കലി ഫ്ലൂയിഡ് റിറ്റെയിൻ ചെയ്യുന്നു, ബോഡിയിൽ കൂടുതൽ ഫ്ലൂയിഡ് ഉണ്ടാവുകയും, കാര്യം ഫിൽട്രേഷൻ നടക്കുന്നില്ലല്ലോ, പിന്നെ എഡിമ വരുന്നു, നീര് വരുന്നു, അങ്ങനെ എന്ത് ചെയ്യുന്നു, പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു, പിന്നെ ഫിൽട്രേഷനിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നു. അങ്ങനെ നമ്മുടെ കിഡ്നി ഒരുപാട് അഡാപ്റ്റീവ് ചേഞ്ചസിലേക്ക് മാറുന്നു, ഫിൽട്രേഷനൊക്കെ അതിൻ്റെ രീതിയിലേക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറുകയാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ പ്രീ റീനൽ സിൻഡ്രത്തിന് കാരണമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് എന്താണ് റീനൽ ഫെയിലിയർ ഉണ്ടായി കഴിയുമ്പോൾ ഒന്നെങ്കിൽ ഗ്ലോമറുലാസോ അല്ലെങ്കിൽ ട്യൂബ്യൂൾസിലോ ഡാമേജ് ഉണ്ടാകുന്നു. ഇതിനെയാണ് നമ്മൾ പ്രീ റീനൽ സിൻഡ്രം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇതിന് കാരണമായത്. സോ കോസാണ് ഞാൻ പറഞ്ഞത്, ബ്ലഡ് ഫ്ലോ ആണെങ്കിൽ കുറയുന്ന അനുസരിച്ച് നമുക്ക് GRF കുറയുകയും അങ്ങനെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യില്ല, ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്, എഡിമാറ്റിക് കണ്ടീഷനായി മാറുന്നു, അതിൻ്റെ നോർമൽ ഫങ്ഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ്
സോ ഡിസീസ് കോസിങ് ഗ്ലോമറൽ പാത്തോളജി ആണ്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ദ ഫേസ്റ്റ് വൺ ഈസ് ഗ്ലോമറുലർ ഡിസീസ് ആണ്. സോ ബേസിക്കലി ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമുക്ക് നോർമൽ ഫിൽട്രേഷൻ റേറ്റ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫിൽട്രേഷനിൽ മാറ്റം വരികയും അങ്ങനെ എന്ത് വരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരികയും അങ്ങനെ എഡിമാറ്റിക് കണ്ടീഷൻ വരുന്നു, ഫ്ലൂയിഡ് പുറത്തേക്ക് പോകുന്നില്ല എന്നുള്ള രീതിയിലേക്ക് മാറിപ്പോകുന്നു. ആൻഡ് പ്രൈമറി ഗ്ലോമറൽ പാത്തോളജി, സോ ബേസിക്കലി പ്രൈമറി ആയിട്ട് എന്താണ് എൻ്റെ പാത്തോളജി പറയുവാണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. സോ യൂഷ്വലി വേരിയസ് ടൈപ്പ് ഓഫ് ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് ഉണ്ട്, ഒരുപാട് തരത്തിലുള്ള ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് ഉണ്ട്. അതായത് മെംബ്രൈനസ് ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് ഉണ്ട്, മെംബ്രൈനസ് പ്രോലിഫറേറ്റീവ് ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് ഉണ്ട്, ലിപ്പിഡോ നെഫ്രൈറ്റിസ് ഉണ്ട്, അതായത് മിനിമൽ ചേഞ്ച് ഡിസീസ് എന്ന് പറയും, ആന്റി ഗ്ലോമറുലർ ബേസ്മെന്റ് മെംബ്രൈൻ നെഫ്രൈറ്റിസ് ഉണ്ട്. സോ ഇങ്ങനെ ഉണ്ടാവുന്ന നെഫ്രൈറ്റിസുകളാണ് പ്രൈമറിലി ഗ്ലോമറൽ പാത്തോളജി കാരണമാവുന്നത്. സോ ഇത് പഠിച്ചു വെക്കുക ഇച്ചിരി പാടാണ്. സോ ഇച്ചിരി 2-3 പേരിൽ പഠിച്ചു വെക്കുക. സോ ബേസിക്കലി ഞാൻ പറഞ്ഞതുപോലെ ഗ്ലോമറുലർ നെഫ്രൈറ്റിസിന് കാരണമാകുന്നത് എന്തൊക്കെ, അല്ലെങ്കിൽ പ്രൈമറി പാത്തോളജി ഓഫ് ഗ്ലോമറുലർ ഡിസീസ് എന്താണ്, അല്ലെങ്കിൽ ഫിൽട്രേഷൻ നടക്കാത്തതിന് കാരണമാവുന്നത് എന്തൊക്കെയാണ് എന്നാണ് പറഞ്ഞത്. സോ ഗ്ലോമറുലർ നെഫ്രൈറ്റിസിന് കാരണമായത് പ്രോലിഫറേറ്റീവ് ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് ആകാം, ലിപ്പിഡോ നെഫ്രൈറ്റിസ് ആകാം, ആന്റി ഗ്ലോമറുലർ ബേസ്മെന്റ് മെംബ്രൻ നെഫ്രൈറ്റിസ് ആകാം. ഇനി സിസ്റ്റമിക് ഗ്ലോമറൽ പാത്തോളജി ഉണ്ട്. ഞാൻ ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ പ്രൈമറി പറഞ്ഞു, ഇനി നമ്മൾ അടുത്ത സിസ്റ്റമിക് ഗ്ലോമറൽ പാത്തോളജി പറയുവാണ്. സോ ബേസിക്കലി ഒരുപാട് കണ്ടീഷൻസ് ആകാം. സോ അത് സെക്കൻഡറിലി ആണ്. ഫസ്റ്റ് പ്രൈമറി ഞാൻ പറഞ്ഞു. സോ ഈ സിസ്റ്റമിക് നമ്മൾ സെക്കൻഡറി ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. ബേസിക്കലി പറയുവാണെങ്കിൽ സിസ്റ്റമിക് ലൂപ്പസ് എറിത്രോമാറ്റസ്, സെറം സിക്കിൾ നെഫ്രൈറ്റിസ്, ഡയബറ്റിക് നെഫ്രോപ്പതി ഒക്കെ ആയിരിക്കും എന്തുണ്ടാവുക, സിസ്റ്റമിക്. അതായത് വേറെ ഏതെങ്കിലും അസുഖങ്ങൾ കാരണം, ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഡയബറ്റീസ് പോലുള്ള വേറെ അസുഖങ്ങൾ കാരണം നമുക്ക് ഗ്ലോമറുലൈറ്റിസ് വരുന്നൊരു കണ്ടീഷനെ നമ്മൾ സിസ്റ്റമിക് ഗ്ലോമറുലർ പാത്തോളജി പറയാം കേട്ടോ. സോ ബേസിക്കലി സർട്ടൻ കണ്ടീഷൻ ഒറിജിനേറ്റ് ഔട്ട്സൈഡ് ദ റീനൽ സിസ്റ്റം കേട്ടോ. നമ്മുടെ റീനൽ സിസ്റ്റത്തിൽ നിന്ന് പുറത്തായിരിക്കും, നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ, അത് കാരണം ഉണ്ടാവുന്നതാണ്. അങ്ങനെ നമുക്ക് എന്ത് വരുന്നു, ലൂപ്പസ് എറിത്രോമാറ്റസ്, സെറം സിക്നസ് നെഫ്രൈറ്റിസ്, ഡയബറ്റിസ് നെഫ്രോപ്പതി ഒക്കെ ഉണ്ടാവുന്ന കേസാണ്. എളുപ്പമല്ലേ? എളുപ്പമാണ്. സോ ഇത് അക്യൂട്ട് റിനൽ ഫെയിലിയറിൻ്റെ സ്റ്റേജ് ആണ്. സോ നോർമൽ സ്റ്റേജ് 4 ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് 1 GRF കുറയുന്നു, യൂറിൻ ഔട്ട്പുട്ട് കുറയുന്നു. സ്റ്റേജ് 2 ആണെങ്കിൽ ഫർദർലി വീണ്ടും ഡിക്രീസ് ആവുന്നു, സെറം ക്രിയാറ്റിൻ, ബ്ലഡ്, യൂറിൻ, നൈട്രജൻ ഒക്കെ കൂടുന്നു. ആൻഡ് സ്റ്റേജ് 3 ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, GRF ഒക്കെ പിന്നെയും വീണ്ടും കുറഞ്ഞു വരുന്നു, സെറം ക്രിയാറ്റിൻ എല്ലാം കൂടുന്നു. അങ്ങനെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ട്, നമ്മുടെ ബോഡിയിൽ ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടല്ലോ, സോഡിയം, പൊട്ടാഷ്യം, മെഗ്നീഷ്യം ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ മാറിപ്പോകുന്നു. ആൻഡ് ഫൈനൽ സ്റ്റേജ് എന്ത് ചെയ്യുന്നു, റീനൽ ഫെയിലിയർ ഉണ്ടാവുന്നു. സോ ഇതാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ. സോ നിങ്ങൾക്ക് ഇത് ഏതിൻ്റെ കൂടെയും എഴുതാം. റീനൽ ഫെയിലിയർ എന്ന് കണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എഴുതാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 എന്ന് പറയുന്നത്. ഇതിലൊരു മാറ്റവും ഇല്ല, നിങ്ങൾക്ക് എഴുതാൻ എവിടെ വെച്ചും പറ്റുന്നൊരു കാര്യം ആണ് എന്നുള്ളതാണ്. സോ ഡിക്രീസ് റീനൽ റിസർവ്സ് ആണ്. സോ ബേസിക്കലി ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഈ സ്റ്റേജ് വരുമ്പോൾ, അതായത് ഡാമേജ് വന്നു കഴിഞ്ഞാൽ, സോ റീനൽ ഡാമേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കിഡ്നി റിമെയിൻ ഫങ്ഷൻസ് ആയിരിക്കും. പക്ഷേ നമ്മൾ പണ്ടത്തെ ഫിൽട്രേഷൻ റേറ്റ് ആകണം എന്നില്ല, അത് മേ ബി പകുതി ആകാം, അല്ലെങ്കിൽ 50% ആകാം, അല്ലെങ്കിൽ 70 ആകാം. ഇറ്റ് ഡിപ്പെൻസ് ആണ് കേട്ടോ. സോ ബേസിക്കലി ക്രിയാറ്റിൻ വാല്യൂ ഒക്കെ നോർമൽ ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. So at this stage, damage to renal parenchyma is marginal and the kidney remain functional. So stage 1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റീനൽ റിസർവ് അല്ലെങ്കിൽ നമുക്ക് ബേസിക്കലി ഒരു റീനൽ ഡാമേജ് ഉണ്ടായി കഴിയുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും റീനൽ ഡാമേജ് ഉണ്ടാവുന്നല്ലോ. തുടക്ക സമയത്ത് വലിയ പ്രശ്നം ഉണ്ടാവില്ല, നമുക്ക് നോർമലി പോകും, 50% നോർമൽ ആയിരിക്കുമല്ലോ. സോ സ്റ്റേജ് 2 വരുമ്പോൾ അസിംപ്റ്റമാറ്റിക് ആയിരിക്കും. ബേസിക്കലി ടൈം ഓഫ് സ്ട്രെസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ് കുറയുന്നു, ഔട്ട്പുട്ട് കുറയുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, ബ്ലഡ്, യൂറിൻ, നൈട്രജൻ കൂടുന്നു. ഈ പറഞ്ഞ സ്റ്റേജിനെ ഇലാബറേറ്റർ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ആൻഡ് റീനൽ ഇൻസഫിഷ്യൻസി ഉണ്ടാകുന്നു. സോ ബേസിക്കലി നമുക്ക് സഫീഷ്യൻ്റ് ആയ ഒരു കാര്യം നടക്കുന്നില്ല. GRF ഒക്കെ ഭയങ്കരമായിട്ട് കുറയുന്നു, സെറം ക്രിയാറ്റിൻ കൂടുന്നു, റീനൽ ഫെയിലിയർ ഉണ്ടാകുന്നു. സോ ഈ പറഞ്ഞ സാധനം ഇല്ലേ, ഇതിൽ നമ്മൾ ഇച്ചിരി എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ആ കോളം പഠിച്ചാലും മതി കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ. സോ ക്രോണിക് റീനൽ ഫെയിലിയർ എങ്ങനെ നമുക്ക് കൊണ്ടുവരാം? ഒന്ന്, ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് മാനേജ്മെൻറ്റ് കൊണ്ടുവരിക, ഡയൂററ്റിക്സ് നോർമലി ഉപയോഗിക്കുക, പിന്നെ പ്രോപ്പറായിട്ടുള്ള ഡയറ്ററി പ്രോട്ടീൻസ് എടുക്കുക, പിന്നെ അനീമിക് കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാറ്റുക, ഡയാലിസിസ് ചെയ്യുക, റീനൽ ട്രാൻസ്പ്ലാന്റ്, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഫെയിലിയർ വന്ന്, ശ്രദ്ധിക്കുക, പ്രിവെൻഷൻ അല്ല, ഫെയിലിയർ വന്ന് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കറിയാം കുറച്ചൊരു കൺഫ്യൂസിങ് ചാപ്റ്ററാണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടായിരുന്നു. സോ ഒന്നും കൂടെ ഞാൻ ഓടിച്ച് പറയാം. റീനൽ ഫെയിലിയർ എന്താ പറഞ്ഞു, അതിൽ ബേസിക്
ബേസിക്കലി റീനൽ ഫെയിലിയർ കോമൺലി ഉള്ളത് ഗ്ലോമറുലർ ഡിസീസും ഉണ്ട്, ട്യൂബുലാറും ഉണ്ട്, നമുക്കറിയാം. സോ ട്യൂബുലർ ഡിസീസ് എന്താ ഞാൻ പറഞ്ഞു, അതിൽ തന്നെ ഇൻറ്റസ്റ്റിനൽ ഡിസീസ് എന്താണെന്ന് പറഞ്ഞു, വസുക്കുലർ ഡിസീസ് പറഞ്ഞു, പ്രീ റീനൽ പറഞ്ഞു, ഇൻട്രാ റീനൽ പറഞ്ഞു, പോസ്റ്റ് റീനൽ പറഞ്ഞു. സോ ട്യൂബുലർ പാത്തോളജി നമ്മൾ പറഞ്ഞു. സോ പ്രീ റീനൽ സിൻഡ്രോം എന്ന് പറഞ്ഞു, ഗ്ലോമറൽ പാത്തോളജി പറഞ്ഞു, അക്യൂട്ട് റീനൽ ഫെയിലിയർ പറഞ്ഞു. സോ ബേസിക്കലി ചോദ്യം വരുവാണെങ്കിൽ റീനൽ ഫെയിലിയർ എന്താണെന്നായിരിക്കും മിക്കവാറും ചോദ്യം വരിക. അപ്പോൾ ആ സമയം നമുക്ക് എന്തുകൊണ്ടല്ല നമ്മൾ റീനൽ ഫെയിലിയർ എന്ന് പറയുമ്പോൾ ഗ്ലോമറുലൈറ്റിസ് ആകാം, ട്യൂബുലൈറ്റിസ് ആകാം, സോ എന്ത് വേണമെങ്കിലും ആകാം എന്നുള്ളതാണ്. അതനുസരിച്ച് നിങ്ങൾ എഴുതുക. സോ എല്ലാ ടേംസും പഠിച്ചു വെക്കുക എന്താണ്, അല്ലെങ്കിൽ കോമൺലി എങ്ങനെ ചോദിച്ചാലും റീനൽ ഫെയിലിയറിന് എഴുതാനായിട്ട് ഉത്തരം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം കേട്ടോ. സോ നെക്സ്റ്റ് കാണാം. താങ്ക് യു.